എല്ലാവർക്കും ദൂരത്തിൻ്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇത് നമ്മുടെ ബർക്കിൻഹെഡ് ടു കോൺവാൾ ട്രിപ്പിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. നമ്മളിതാ ഡേർഡിൽ ഡോറിൻ്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഡേർഡിൽ ഡോറിൽ പോവുക, പിന്നെ അവിടുന്ന് തിരിച്ച് ഞങ്ങൾ അങ്ങോട്ട് തന്നെ ലുൾവർത്ത് കോവിൽ പോയി ചാടാനുള്ള പ്ലാനുണ്ട്. ഇവിടെ നിന്ന് കണ്ടിട്ട് അങ്ങ് പോകാം. കാരണം ലുൾവർത്ത് കോവിൽ വെള്ളം ഇച്ചിരി നല്ലതാണെന്ന് തോന്നുന്നു. ഞങ്ങൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഞങ്ങൾ ഓൺ ദ വേയിൽ ചെറുതായിട്ട് പ്ലാനൊന്ന് മാറ്റി. അപ്പം ഞങ്ങൾ നേരെ ലുൾവർത്ത് കോവിലോട്ടാണ് ഫസ്റ്റ് വന്നത്. ആദ്യം ഞങ്ങൾ ഡേർഡിൽ ഡോർ ഫസ്റ്റ് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ ഞങ്ങളത് ചേഞ്ച് ചെയ്ത് ലുൾവർത്ത് കോവിലേക്ക് വന്നു. ഇനിയിപ്പോൾ ഇവിടെ ഇത് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാനുള്ളത് ഇവിടെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് ഡേർഡിൽ ഡോറിലേക്ക് പോകുന്നതൊരു പരിപാടിയാണ് ഇപ്പോൾ ഉള്ളത്. ഞങ്ങളിവിടെ ലുൾവർത്ത് കോവിൽ വന്നപ്പോൾ പാർക്കിംഗ് ഒക്കെ നമുക്ക് കിട്ടാൻ കുറച്ച് സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ അങ്ങോട്ട് അങ്ങനെ ലാസ്റ്റ് വന്നപ്പോഴേക്കും അവിടെ കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ വന്ന് ഞങ്ങൾക്ക് പാർക്കിംഗ് കാണിച്ചു തന്നു. അവിടെ എടുത്ത് അപ്പം 24 hours ആണെങ്കിൽ നമുക്ക് വെറും 20 pound ഉള്ളൂ. പക്ഷേ 4 hours-ന് 10 pound ആണ്. അപ്പം നമ്മളിപ്പോൾ 4 hours എടുത്തത്. നമ്മളിവിടുന്ന് ലുൾവർത്ത് കോവും ലുൾവർത്ത് കാസിലും പിന്നെ ഇവിടുന്ന് നമ്മൾ ഡേർഡിൽ ഡോറും പോകണം. നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ കോൺവാളാണ്. അപ്പോൾ ഞങ്ങളിവിടെ നിന്ന് കാണാമെന്നോർത്ത് ഇങ്ങനെ കയറി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ലുൾവർത്ത് കോവിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇവിടുത്തെ പാർക്കിംഗ് ടിക്കറ്റ് നമുക്ക് 3 സ്ഥലത്ത് ഉപയോഗിക്കാം. ലുൾവർത്ത് കോവ്, കാസിൽ, പിന്നെ ഡേർഡിൽ ഡോറിൽ നമുക്ക് ഈ പാർക്കിംഗ് ടിക്കറ്റ് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വേറെ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് ഈ പാർക്കിങ്ങിൻ്റെ അവിടെ തന്നെ ടോയ്ലറ്റ് ഫെസിലിറ്റീസ് അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്കൊന്ന് ഫ്രഷപ്പ് ആവാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മളവിടെ വണ്ടിയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ ഓൺ ദ വേയിൽ കുറേ ഐസ്ക്രീം കടകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എൻജോയ് ചെയ്യുന്നവർക്ക് അതൊക്കെ മേടിക്കാനുള്ള ഓപ്ഷൻസ് എല്ലാവരും അവിടെ ഉണ്ട്. അത്യാവശ്യം റഷുള്ളൊരു സമയമായിരുന്നു ഞങ്ങൾ ചെന്നത്. അപ്പം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഏതായാലും ഞങ്ങളവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ മേടിച്ച് ഞങ്ങൾ 3 പേരും. ഈ താഴെ കാണുന്നതാണ് ലുൾവർത്ത് കോവിൻ്റെ ആ ഇത് വരുന്നത്. അപ്പം നല്ല ചൂടായിരുന്നു, അതുകൊണ്ട് ഐസ്ക്രീമൊക്കെ പെട്ടെന്ന് അങ്ങ് ഉരുകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ആ ലുൾവർത്ത് കോവ്. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്വിം ചെയ്യാനുള്ള ഓപ്ഷൻസൊക്കെ ഉണ്ടായിരുന്നു. നല്ല വെള്ളവും നല്ല ക്ലിയർ വാട്ടറൊക്കെ ആയിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ചെയ്തില്ല. പിന്നെ ഈ റൈറ്റിലും ലെഫ്റ്റിലായിട്ട് കാണുന്ന മല വഴി നമുക്ക് മുകളിലോട്ട് കയറിപ്പോയി നമുക്ക് മുകളിൽ നിന്നുള്ള വ്യൂസും കിട്ടും. പക്ഷേ അതിനൊന്നും സമയമില്ലായിരുന്നു. പിന്നെ ഇവിടെ നമുക്ക് വേണ്ടവർക്ക് ബോട്ട് സർവീസും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് 20 pounds ആണെന്ന് തോന്നുന്നു പെർ പേഴ്സൺ. അപ്പോൾ അത് നമ്മൾ ഈ ഡേർഡിൽ ഡോറിൻ്റെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് തിരിച്ചിങ്ങനെ വരും. അങ്ങനെ ബോട്ട് സർവീസും അവൈലബിൾ ആണ് ഇവിടെ. അപ്പം ഞങ്ങൾ ഒരു എക്സ്പെൻസീവ് ആയിട്ട് എടുത്തില്ല, അങ്ങോട്ട് നേരെ പോകാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ നമ്മുടെ ഡേർഡിൽ ഡോറിലേക്ക് പോകുന്ന വഴിയാണിത്. ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. ഇവിടെയും പാർക്കിംഗ് അത്യാവശ്യം ഫുള്ളായിരുന്നു. നല്ല വെതർ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു കാണാനും. പിന്നെ ഇവിടെയും കോർഡിനേറ്റേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ആ ഫ്രീ സ്പേസ് ആയിട്ടുള്ള സ്ഥലം പെട്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് നേരെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലാണ് നമ്മുടെ ഡേർഡിൽ ഡോർ. അത്യാവശ്യം നല്ലൊരു കുത്തനെയുള്ള ഇറക്കമാണ്. ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് നല്ല വെയിലുള്ളതുകൊണ്ട് ഞാനൊരു ക്യാപ്പ് മേടിക്കാമെന്ന് പറഞ്ഞാൽ അവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ കയറാമെന്നുള്ളൊരു പ്ലാനിലായിരുന്നു. അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് കേട്ടോ. എനിക്ക് തോന്നുന്നത് 750 or 950 അങ്ങനെ എന്തോ ആയ ഒരു ക്യാപ്പ് മേടിച്ചപ്പോഴേക്കും. അപ്പം പക്ഷേ കുഴപ്പമില്ല. പിന്നെ അത്യാവശ്യം ആയതുകൊണ്ട് പിന്നെ അവിടെ നിന്ന് തന്നെ അങ്ങ് മേടിച്ച്. ഈ മൺവഴി കാണുന്ന ഇവിടുന്ന് ലുൾവർത്ത് കോവിലേക്ക് നടക്കാനുള്ള വഴിയാണ്. അതുപോലെ അവിടെ നിന്ന് ഇങ്ങോട്ടും വരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ സൈൻ ബോർഡുകൾ വെച്ചേക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്ന് നടന്ന്. കാരണം കുറേ പേരിങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്യണം. അത്യാവശ്യം നല്ല കുത്തനെയുള്ള ഇറക്കമാണ് ഇവിടുന്ന് അങ്ങോട്ട്. ഞങ്ങൾ ഓൾറെഡി ഒന്ന് വന്നിട്ടുള്ളതായിരുന്നു. പിന്നെ തിരിച്ചൊക്കെ കയറുമ്പോഴാണ് ഇച്ചിരി ഒരു ബുദ്ധിമുട്ട് വരുന്നത്. കാരണം അങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് അത്ര ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. തിരിച്ച് വരുമ്പോൾ ഈ നല്ല ചൂടും ഇതെല്ലാം കൂടി ആയി കഴിയുമ്പോഴേക്കും കാലിൻ്റെ മസിൽസിനൊക്കെ നല്ല പിടുത്തം വരും. ഒരു ഫസ്റ്റ് പോർഷനാണ് നമ്മളിപ്പോൾ ആ ഡേർഡിൽ ഡോറിലെത്തുന്നതിന് മുമ്പുള്ളൊരു ഭാഗമാണിത്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഈ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ നമ്മുടെ ലുൾവർത്ത് കോവിൽ കണ്ട പോലെ തന്നെ ഒരു ആർച്ച് പോലത്തെ ഒരു ഷേപ്പിലുള്ളൊരു ബീച്ച് സൈഡ് നമുക്കിവിടെ കാണാൻ പറ്റും.
അവിടെ ഞങ്ങൾ നീന്തി. അങ്ങോട്ട് നീന്തും. ഇനി അവിടെ നീന്തി ഇപ്രാവശ്യം അങ്ങ് അവിടം വരെ നീന്തണം. അവിടെ ആൾക്കാർ കയറുന്നുണ്ടോ? ആ അവിടെ ഇല്ല. അവിടം വരെ നീന്താം. ഇന്ന് അങ്ങോട്ട് നീന്തണം. പക്ഷെ അതിലൂടെ ഇറങ്ങാൻ ഇച്ചിരി പാടാ. ഇവിടെ വഴിയാക്കിയില്ല. എന്നാലും വഴി ഉണ്ടായിരുന്നടാ. നമ്മൾ അതിലൂടെ ചാടിയല്ലേ? ഉണ്ട്. ഞങ്ങളെന്നാ അതിലൂടെ അവിടെ കണ്ടു സ്റ്റെപ്പ്. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് ഷേപ്പ് വരുന്നത്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ അവിടെ നിന്ന് കുറച്ചൊക്കെ നീന്തി കളിച്ചായിരുന്നു. പക്ഷേ ആ പാറയുടെ അവിടം വരെ അവിടെ നിന്ന് കുറേ പേര് അവിടം വരെ നീന്തി ചാടുന്നുണ്ടായിരുന്നു. പ്രാവശ്യം അങ്ങോട്ട് പോകാനൊരാഗ്രഹമുണ്ട്. പിന്നെ കൂടുതൽ ആൾക്കാരും എനിക്ക് തോന്നുന്നത് കൂടുതൽ ഇവിടെ ഈ ഡബിൾ ഡോറിലാണ് ആ ഡബിൾ ഡോർ വരുന്നത്. ഇവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം അങ്ങോട്ടധികം കുറവാണ്, ഇച്ചിരി ആൾക്കാർ വരുന്നത് കുറവാണ്. അപ്പം എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇച്ചിരി ഫ്രീ ആയിട്ട് അവിടെ സ്വിം ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാനുള്ള പ്ലാനാണ്. അത്യാവശ്യം ഇവിടെ നല്ല തിരക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിനകത്ത് ഇറങ്ങാൻ പോലും സ്ഥലമില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ പോവാം. സ്റ്റെപ്പിൽ കൂടെ നിറച്ച ആൾക്കാരായതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഷോർട്ട് കട്ട് അതിൻ്റെ ഇടയ്ക്ക് കൂടെയുള്ള മൺവഴി കൂടെ ചാടിപ്പിടിച്ച് കയറി പോവുകയാണ്. എന്തായാലും അങ്ങോട്ട് ചെന്നിട്ട് നമുക്കൊന്ന് നോക്കാം. അവിടെ തിരക്കില്ലെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ മുകളിൽ നിന്ന് കണ്ടപ്പോൾ അത്ര തിരക്ക് തോന്നിയില്ല. എന്തായാലും നമുക്ക് അവിടെ സ്പേസ് കിട്ടുമായിരിക്കും. അപ്പം അവിടെ പോയി കുറച്ച് നേരം ഒന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാമെന്നുള്ളൊരു പ്ലാൻ. അത്യാവശ്യം നല്ല ചൂടായിട്ടുണ്ട് ബോഡി. അപ്പം കുറച്ച് നേരം ഒന്ന് മുങ്ങിക്കിടക്കാം. ഇനി ഇവിടുന്ന് നേരെ ഇതുപോലെ കുറേ സ്റ്റെപ്പുകളുണ്ട് താഴോട്ടിറങ്ങാൻ. അപ്പം ഇതങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇതെല്ലാം എളുപ്പമാണ്. പക്ഷെ തിരിച്ച് കയറുമ്പോഴാണ് കാലിൽ നല്ല പിടുത്തം വരുന്നത്. കാരണം അത്യാവശ്യം നല്ല സ്റ്റെപ്പുകളുണ്ട് ഇവിടെ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കത് ഇച്ചിരി ഒരു പാടായിരിക്കും. പക്ഷെ എന്നാലും നമുക്കെന്തായാലും ഇറങ്ങിയിട്ട് വരാം. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആ ഒരു വേറൊരു മൺവഴി കൂടെ ഇറങ്ങി. നമ്മൾ ഈ സ്റ്റെപ്പ് ആദ്യം കണ്ടില്ലായിരുന്നു. അപ്പോൾ അതിലൂടെ ഇങ്ങനെയൊക്കെ ഇറങ്ങി പിന്നെ തിരിച്ച് ഈ വഴി കയറിപ്പോയി. അപ്പോൾ ഇതാണ് ആ സ്ഥലം. അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ നേരെ അങ്ങേ അറ്റത്തേക്ക് നടക്കാനുള്ള ആ ഒരു പാറ പൊങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാനുള്ള പരിപാടിയാണ്. അവിടെയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. പിന്നെ അത്യാവശ്യം ഇങ്ങനെ ഈ പെബിൾസ് പോലത്തെ കല്ലുകളാണ്. അപ്പോൾ നമ്മൾ നടക്കുമ്പോൾ ഭയങ്കര ഒച്ചയാണ് അതിന്. അപ്പം ഞങ്ങൾ കണ്ടോ ഇവിടുന്ന് അങ്ങോട്ട് നീന്താൻ പോകും. ആ കല്ല് കാണുന്ന അങ്ങോട്ട് നല്ലൊരു ഏരിയ. ഇവിടെ ഇത്ര അങ്ങോട്ടൊക്കെ നല്ല തിരക്കായിരുന്നു. ഇവിടെ കുറവുണ്ട് തിരക്ക്. ഉണ്ടോ? ഞങ്ങൾ ഈ നിന്നടുത്ത് ഇവിടെ ഞങ്ങൾ ഈ പാറയുടെ സൈഡിലായിട്ട് ഇവിടെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് അപ്പം ഞങ്ങൾ ആ നീന്തണം എന്ന് പറഞ്ഞ ഡെസ്റ്റിനേഷനിലെത്തി. അത്യാവശ്യം തിരക്ക് കുറവുണ്ട്. ഞങ്ങൾ ആദ്യം കുറച്ച് നേരം കാലൊക്കെ ഒന്ന് മുക്കി വെച്ച് അതുമായിട്ട് ഒന്ന് അഡാപ്റ്റായി. അത് കഴിഞ്ഞ് പതുക്കെ അതിനകത്തേക്ക് ചാടാൻ തുടങ്ങി. അപ്പം ഞാനൊന്ന് അങ്ങ് ആ കാണുന്ന പാറയിലേക്ക് നീന്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നൊക്കെ ചാടിയിട്ട് നീന്തി വരാനാണ് കഴിഞ്ഞ പ്രാവശ്യം ചെയ്യാൻ പറ്റിയില്ല. അതൊന്ന് ചെയ്ത് നോക്കാൻ പോവാണ്. ലെഫ്റ്റ് സൈഡിലായിട്ട് നിൽപ്പുണ്ട്. കാണാൻ പാടാണ്. ഇപ്പോഴാണ് ചാടിയത്. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നീന്തി വരാൻ തുടങ്ങുകയാണ്. കുറേ പേര് അവിടെ തന്നെ ഇങ്ങനെ നിന്ന്, കുറേ പിള്ളേരൊക്കെ അങ്ങനെയുള്ളവരൊക്കെ അവിടെ തന്നെ നിന്ന് അവിടെ നിന്ന് ചാടി വീണ്ടും അതിൻ്റെ സൈഡിൽ പിടിച്ച് കയറി അവിടെ നിന്ന് അങ്ങനെ കളി ചെയ്യുന്നവരുണ്ട്. ഇത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം അടുത്താണ്. അപ്പം ഞങ്ങൾ ഫ്രണ്ട്സെല്ലാം കൂടെ വന്ന് ഡബിൾ ഡോറെല്ലാം കണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് വന്നു. പക്ഷേ ഞങ്ങളന്ന് അങ്ങ് വരെ നീന്തിയില്ല. ഞങ്ങൾ ഈ കരയിൽ ഇങ്ങനെ നീന്തി കളിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളങ്ങ് പോവുകയുണ്ടായത്. കുറേ നേരം പിന്നെ അന്നാമനെ സ്വിമ്മിങ് പഠിപ്പിക്കാനുള്ള പരിപാടികളായിരുന്നു. പിന്നെ ആദ്യം ഞങ്ങളൊന്ന് ഫ്ലോട്ടിങ് പഠിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇങ്ങനെ പിടിച്ചേക്കുമായിരുന്നു. ഇങ്ങനെ കയ്യിൽ അയ്യോ ഹായ് പറ. അത് ഞങ്ങൾ നീന്തലൊക്കെ നിർത്തി ഇനി തിരിച്ച് കോൺമോളിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. നല്ല ലേറ്റായിട്ടുണ്ട്.
അപ്പം പക്ഷേ അവിടെ നിന്ന് വെള്ളത്തിൽ ചാടി നിന്നുകൊണ്ട് സമയം പോയത് അറിഞ്ഞില്ല. ഇനിയിപ്പോൾ അവിടെ 6 മണിക്ക് മുമ്പ് ചെക്ക് ഇൻ ചെയ്യണമെന്നായിരുന്നു ഞങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇനിയിപ്പം ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ആ സമയം, ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ ഏകദേശം 3.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അവിടെ നിന്ന് കോൺവാളിലേക്ക്. അപ്പോൾ എന്തായാലും ഇനി അവിടെ എത്തുമ്പോൾ 9:30 ആ ഒരു സമയമൊക്കെ ആവും. അപ്പോൾ ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. അപ്പോൾ ക്യാമ്പ് സൈറ്റിൽ, കാരണം നമ്മൾ എത്തുമ്പോഴേക്കും രാത്രിയാവും. പിന്നെ ക്യാമ്പ് സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണ് സിറ്റുവേഷൻ എന്നറിയത്തില്ല. റെസിഡൻസ് അവർ കിടന്നുറങ്ങി അവിടെയുള്ളവരൊക്കെ. അപ്പോൾ നമുക്ക് അതുകൊണ്ടൊരു രാത്രിയിലധികം ഡിസ്റ്റർബ് ചെയ്യാണ്ട് അവിടെ പോയി ക്യാമ്പ് ചെയ്യണം. അപ്പം എന്തായാലും ഇന്നത്തെ ആ ക്യാമ്പിംഗ് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നെക്സ്റ്റ് ഡേ മോർണിംഗുള്ള വീഡിയോ എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഇട്ടേക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് താങ്ക് യു.